ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ശ്രുതി ടീച്ചറുടെ ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. എല്ലാവർക്കും അറിയാലോ. ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണാറുണ്ടോ? അപ്പോ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിന്റെ നോട്ട്സ് ഒക്കെ എങ്ങനെയാണ് കിട്ടാറില്ലേ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഒരു ബ്ലൂ കളറിൽ ഫോർ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അത് ഫ്രീ ആയിട്ടാണ്. അപ്പൊ എല്ലാവരോടും അതൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഇന്ന് ടീച്ചർ പറയുന്നത്, നമ്മളൊരു പാഠം, അതിമനോഹരമായ ഒരു കഥ പഠിച്ചിരുന്നു അല്ലെ? കുറെ ആയി ടീച്ചർ മക്കളുടെ അടുത്ത് വന്നിട്ട്. അതിന്റെ ചില പഠന പ്രവർത്തനങ്ങളുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. യൂണിറ്റ് 6 ആണ്. വസന്തം വന്നപ്പോൾ, വസന്തകാലം വന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പൂന്തോട്ടത്തിൽ കുട്ടികൾ കയറാതിരുന്നപ്പോൾ പൂന്തോട്ടം എന്താണ്, ആ ഒരു മരത്തിൽ പോലും ഇലകളില്ല, പൂക്കളില്ല അല്ലെ? അങ്ങനെയായിരുന്നു ആ കഥ. അതിമനോഹരമായിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പൊ ആ പാഠത്തിലെ കുറച്ച് പഠന പ്രവർത്തനങ്ങൾ എന്റെ മക്കൾക്ക് വേണ്ടി ടീച്ചർ ഇന്ന് പറഞ്ഞു തരാം. പ്രധാനപ്പെട്ട കാലമേത് എന്ന് പറയുന്ന ഒരു പഠന പ്രവർത്തനം. ഇത് പരീക്ഷയ്ക്ക് എന്നതിലപ്പുറം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് മഞ്ഞ്, നല്ല തണുപ്പുള്ള സമയത്ത് അത് ഏത് കാലമാണ് എന്ന് നമ്മൾ അറിയണം അല്ലെ? 6 കാലങ്ങൾ നമുക്കുണ്ട്, ഋതുക്കൾ അല്ലെ? അത് നമുക്കൊന്ന് നോക്കിയാലോ. ഇതേതാണ്? തണുത്തു വിറച്ചു. ടീച്ചറെ പോലെ ഇങ്ങനെ കോട്ടൊക്കെ ഇട്ടിട്ട് തടുത്ത് വിറച്ച്. എന്താണ് തണുത്ത് വിറച്ചാൽ അത് ഏത് കാലമാണ്? മഞ്ഞുകാലമാണ് അല്ലെ? നമ്മൾ അങ്ങനെ അറിഞ്ഞാൽ മതി. ഏത് കാലമാണ്? തണുത്ത് വിറച്ചു അല്ലെ? ഏത് കാലമാണ്? മഞ്ഞുകാലമാണ് അല്ലെ? മഞ്ഞുകാലമാണ് തണുത്തു വിറയ്ക്കുക അല്ലെ? വിയർത്തു വലഞ്ഞു, വിയർത്ത് വലയുന്നത് ഏത് കാലമാണ്? നിങ്ങൾക്ക് ഉത്തരം അറിയാം. വേനൽക്കാലമാണ് അല്ലെ? ഇപ്പൊ നനഞ്ഞു കുതിർന്നു, ആകെ നനഞ്ഞു കുതിർന്ന്. മഴക്കാലത്തല്ലേ നമ്മള് നനഞ്ഞു കുതിരാറ് അല്ലെ? മഴക്കാലത്താണ് നമ്മള് നനഞ്ഞു കുതിരാറ് അല്ലെ? സുഗന്ധം പരത്തി. ഏത് കാലത്താണ് സുഗന്ധം പരത്തിക്കൊണ്ട് പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക? ഏത് കാലത്താണ് സുഗന്ധം പരത്തുന്നത്? അതെ, വസന്തകാലത്താണ് അല്ലെ? വസന്തകാലത്താണ്. അപ്പൊ തണുത്തു വിറയ്ക്കുന്നതും വിയർത്തു വലയുന്നതും നനഞ്ഞു കുതിരുന്നതും സുഗന്ധം പരത്തുന്നതും ഒക്കെ ഏതേതു കാലത്തിലാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് വരാറുണ്ട് കേട്ടോ. എന്റെ ടീച്ചറെ ഒരു സംഭാഷണം എഴുതാൻ പോവാണേ. എന്താണ് പ്രവർത്തനം? സംഭാഷണം എഴുതാം. ആരൊക്കെ തമ്മിലാണ് സംഭാഷണം എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരാള് പോരല്ലോ, 2 പേര് വേണ്ടേ സംഭാഷണം എഴുതാൻ. നോക്കിക്കേ, ചോദ്യം ഇതാണ്. പുല്ലുകൾക്കിടയിൽ നിന്ന് ഒരു കുഞ്ഞു പൂവ് പതുക്കെ തല നീട്ടി നോക്കി. മഞ്ഞു മാറിയിട്ടില്ല, കുറച്ചുകൂടി ഉറങ്ങാം. അത് പതിയെ തല വലിച്ചു. കുഞ്ഞു പൂവിനോട് പുല്ല് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കാം? അതായത് പുല്ലുകൾക്കിടയിൽ നിന്ന് ഒരു കുഞ്ഞു പൂവ് ഇങ്ങനെ തല ഉയർത്തി നോക്കുകയാണ്. മഞ്ഞുകാലം വന്നിട്ടില്ല അല്ലെ? മഞ്ഞുകാലം മാറിയിട്ടില്ല. അതുകൊണ്ട് എന്ത് വേണ്ട, കുറച്ചുകൂടി ഉറങ്ങാം എന്ന് പറയാണ് അല്ലെ? അത് പതിയെ തല വലിച്ചു. അതും പറഞ്ഞു പൂവ് പതിയെ അങ്ങ് തല വലിച്ചു. അപ്പൊ ആ പൂവും പുല്ലും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കിയേ, കുഞ്ഞു പൂവ്, എന്തൊരു മഞ്ഞും തണുപ്പുമാണിത്. അപ്പൊ പുല്ല് പറയാണ്, ശരിയാണ്, നീ എന്തിനാണ് ഇപ്പോൾ ഉണർന്നത്? കുറച്ചുകൂടി ഉറങ്ങിക്കോളൂ അല്ലേ? എന്തൊരു മഞ്ഞും തണുപ്പുമാണ്. മഞ്ഞുകാലം മാറിയിട്ടില്ലല്ലേ? അത് എന്തുകൊണ്ടായിരുന്നു അവിടെ മാത്രം മഞ്ഞുകാലം മാറാതിരുന്നത്? കുട്ടികൾ വരാതിരുന്നത് കൊണ്ടായിരുന്നു. ശരിയല്ലേ? അപ്പൊ കുഞ്ഞുപൂവിന്റെ മറുപടി, നമ്മുടെ തോട്ടത്തിൽ എന്താണ് ഇനിയും വസന്തം വരാത്തത്? നമ്മുടെ തോട്ടത്തിൽ എന്താണ് ഇനിയും വസന്തം വരാത്തത്? നമ്മളെ മറന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കുഞ്ഞുപൂവ് എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാവും? അല്ലെ? കുഞ്ഞുപൂവ് പറഞ്ഞതിന് പുല്ല് മറുപടി പറയുന്നതാണ്. ആ തടിയൻ കുട്ടികളെ ഇവിടെ നിന്നും പേടിപ്പിച്ചോടിച്ചില്ലേ? ആ തടിയൻ കുട്ടികളെ ഇവിടെ നിന്ന് പേടിപ്പിച്ച് ഓടിച്ചില്ലേ?
അതുകൊണ്ടാവാം ഇങ്ങനെ സംഭവിച്ചത് എന്ന് ആര് പറയാണ്? പുല്ല് പറയാണ്. അപ്പൊ കുഞ്ഞുപൂവ് പറയാണ്, പൂക്കാലം ആസ്വദിക്കാൻ കുട്ടികളില്ലെങ്കിൽ വസന്തം കൊണ്ട് അർത്ഥമില്ല. പൂക്കാലം ആസ്വദിക്കണമെങ്കിൽ അതിന് കുട്ടികളും കൂടെ വേണം. ഈ പൂന്തോട്ടത്തിൽ നിറയെ കുട്ടികൾ ഉണ്ടെങ്കിലേ അത് സുഖമാവുള്ളൂ, അല്ലെ രസമാവുള്ളൂ എന്നാണ് പറയുന്നത്. കുട്ടികൾ വന്നാലേ വസന്തം നമ്മെ തേടിയെത്തുകയുള്ളൂ. കുട്ടികൾ വന്നാൽ മാത്രമേ വസന്തകാലം അല്ലെ പൂക്കാലം നമ്മളെ തേടിയെത്തുകയുള്ളൂ. അതുവരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ കുഞ്ഞു പൂവ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ സംഭാഷണം. കുഞ്ഞു പൂവും പുല്ലും പറയുന്ന സംഭാഷണം. അപ്പൊ മക്കളെ, ബാക്കി പഠന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ലൈവ് ക്ലാസ്സിൽ ഇതിന്റെ മുഴുവൻ പഠന പ്രവർത്തനങ്ങളും ചെയ്യണം. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യാ? കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.